ഞാൻ ചോറിന് ഉപ്പ് കൂട്ടില്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും ഉപ്പിടുന്നവർ ഞാൻ മറന്നു പോകുകയും അപ്പോൾ അതാ ഏട്ടനാണെങ്കിൽ ചോറിട്ടു അതിനാണ്ട് ഉപ്പിട്ടു പിന്നെ തന്നെ നമ്മൾ കറിയായിട്ട് മോരുകറി മീൻ വറുത്തത് നമ്മുടെ അയലമീനാണ് കേട്ടോ അയലമീൻ വറുത്തത് പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ദാണ്ടേ പാത്രത്തിലാക്കി ഞാൻ ഇങ്ങനെ മീൻ വറുത്ത് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ കരപ്പത്തിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കും കേട്ടോ അപ്പോൾ അത് വെള്ളം ഇടുന്നത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഞാൻ പച്ചവെള്ളം എടുക്കണം ഇത് തിളപ്പിച്ച വെള്ളമാണ് കാരണം എനിക്ക് ഏട്ടനും പനിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനത്തെ വെള്ളം എടുക്കാൻ ഓർത്ത് ചുടുമ്പോഴാണ് നമ്മൾ കൊണ്ടുപോകണത് അങ്ങനെ താണ്ട് നമ്മൾ പറമ്പിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പിലോട്ടുള്ള വഴി പറമ്പിൽ വഴി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതേ കണക്കാണ് വഴി പറമ്പിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞൊരു ഓഫ് റോഡ് റൈഡിങ് കണക്കാണ് കേട്ടോ നല്ല രസമാണ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വീഗലാൻഡ് ഒക്കെ പോയൊരു അവസ്ഥ നമ്മൾ മനസ്സിലോർക്കും അങ്ങനെ താണ്ട് ഏട്ടൻ ചോറിനാൻ പോവുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് 4:30 തന്നെ ഇറങ്ങി പോകുന്നതാണ് റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോറാണ് കൊണ്ടുവന്നത് അപ്പോൾ ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേനാണല്ലോ അല്ലെങ്കിൽ 10 മണിക്ക് ആകുമ്പോഴത്തേനാണ് ഞാൻ ചെല്ലണത് അപ്പോൾ ആ ടൈമിലാണ് ഫുഡ് കഴിക്കണേ ഇപ്പോൾ പിന്നെ റബ്ബറിൻ്റെ ഇല അപ്പടി ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കുന്നത് നല്ല വെയിലാണ് കേട്ടോ പാലെടുക്കാൻ പോകുന്നിടത്ത് കാരണം റബ്ബർ തോട്ടത്തിൽ നേരത്തെ വെച്ചാൽ നമുക്ക് നല്ല ഇലകൾ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് വെയിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നല്ല വെയിലാണ് ഇപ്പം എല്ലാവരും വെട്ടൊക്കെ നിർത്തുന്നതൊക്കെ സമയമാണ് പക്ഷെ നമ്മൾ വെട്ട് ഇതുവരെ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ നിർത്താൻ ഉള്ള ചാൻസ് കുറവാണ് കണ്ടിന്യൂ ചെയ്യലാണ് ചാൻസ് ഉണ്ടാവുക അപ്പം അങ്ങനെ നമ്മൾ ആണ്ടേ പാലൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാനൊന്നും പാലെടുക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അടുത്ത കാഴ്ചകളൊന്ന് കാണിക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇത്രയൊക്കെയുള്ള ടാറ്റാ.